ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണഭക്തന്മാരായ വൃഷ്ണികൾക്കു ശാപമിങ്ങനെ ഭവിച്ചിടുവാനിന്ദുബന്ധം. ശാപനാശനൻ കൃഷ്ണൻ വംശജോത്തമനല്ലോ, യാതൊരു നിമിത്തമായുണ്ടായി വിപ്രശാപം. ഏതൊരു വിധമതു മരുളിച്ചെയ്യേണമേ. സർവാത്മാവായി സർവകർമാചാരാത്മാവായി സർവപുണ്യൗഘകർമ്മമൂലകാരണനായി ചിത്തസ്വരൂപനായി തൻ്റെ ത്രിവിധ കരണത്താൽ തത്സ്വയം കീർത്തിധാമനാമകർമാദികളാൽ സകല കലിമല ദോഷസംഹാരം ചെയ്യും സകലാത്മകൻ വസുദേവ മന്ദിരത്തിങ്കൽ സകല ഗുണനിധി വസിക്കും കാലത്തിങ്കൽ സകലാത്മക ചിന്തയറിഞ്ഞു മുനീന്ദ്രന്മാർ കശ്യപ ഭൃഗുഭരദ്വാജരും വസിഷ്ഠരിത്യാദ്യന്മാരാകും മുനിമാർ പലരൊരുമിച്ചു ആദ്യനാം കൃഷ്ണൻ തന്നെ കാൺമാനായെഴുന്നള്ളി. വേദവേദാന്തവേദ്യന്മാരാകും മുനികളെ ഭഗവത്പുത്രർ പലരിവരെ കണ്ട നേരം അകമേ നിരൂപിച്ചാരവരെ ചതിക്കാനായി. അതിനു സാമ്പൻ തന്നെ ഗർഭിണി വേഷമാക്കി മതിമാന്മാരാം അവരോട് ചോദിച്ചിടിനാർ. പറവനിവൾ പെറുന്നത് പുത്രനോ പെണ്ണോ അറിവേറിടും മുനിമാരോട് ചോദിച്ചപ്പോൾ കാലാത്മമതമറിഞ്ഞന്നേരം മുനീന്ദ്രന്മാർ ബാലന്മാരെല്ലാരെയും ഗർഭിണി അവളെയും നോക്കിക്കൊണ്ടവർ തമ്മിൽ അന്യോന്യമീക്ഷിച്ചുടൻ. ഓർക്കുമ്പോൾ അടുത്തിതു പ്രസവം ഇവൾക്കെന്നാർ കാഠിന്യമേറെയുള്ളോരായസമുസലത്തെ ഗാഠവേദനയോടെ പ്രസവിച്ചിടും നൂനം. അതിനാൽ നിങ്ങൾ വംശനാശവും വന്നുകൂടും അതിനേതുമേയില്ല സംശയമോർത്തു കണ്ടാൽ. മതിമാന്മാരാം മുനിമാരുടെ വാക്കുകെട്ടി അതിനിന്ദിതത്തോടെ ഹസിച്ചു പോയാരവർ. പെറ്റിതു സാമ്പൻ പുനരിയുമ്പാം മുസലത്തെ ചെറ്റുഖേദത്തോടെല്ലാം അറിഞ്ഞു യദുക്കളും. യദുരാജനും അതുരാകിയ ചൂർണമെല്ലാം ഉദതി തന്നിൽ കലക്കിയിടുവാൻ കൽപ്പിക്കയാൽ വേഗേന യദുകുലവീരന്മാരതു ചെയ്താരാഗമജ്ഞോത്തമന്മാർ ശാപകാരണം കൊണ്ടും. ദേവദേവേശൻ തൻ്റെ യാജ്ഞയെ ലംഘിപ്പതിന്നേവരാൽ ഒരു നാളും അരുതു വിചാരിച്ചാൽ മോദമില്ലിനി കുലനാശവും വരുമെന്ന ഖേദമുൾക്കലർന്നു വാണീട്ടിനാർ യദുകുലം. അയസ്സിൻ ഖണ്ഡമൊന്നു ശേഷിച്ചതാഴി തന്നിൽ ഭയത്തോടെറിഞ്ഞതിൽ വസിക്കും മത്സ്യം ഗ്രസിച്ചതു കൈവർത്തൻ കയ്യിൽ ലഭിച്ചിട്ടുടൻ പുനരതു കാട്ടാളൻ തനിക്കാക്കൊണ്ടു നൽകിയദാശൻ. കാട്ടാളൻ തനിക്കായിക്കൊണ്ടു നൽകിയദാശൻ. അതിനാൽ ഒരു ശരം തീർപ്പിച്ചു കാട്ടാളനും അതിമോദേന വസിച്ചിടിനാനീശാജ്ഞയ. ജലത്തിൽ കലക്കിയ ചൂർണങ്ങൾ തിരയുടെ അലച്ചു കരപറ്റി മുളച്ചിതയ്യാം പുല്ലായി.
യാദവകുലനാശം വരുവാൻ വൈരാഗ്യേണ യാദവപതി കൃഷ്ണൻ ചിന്തിച്ച പ്രകാരവും യാദവകുലത്തിൻ്റെ നാശകാരണമതുമീദൃശമെന്നു ധരിച്ചിടുക നൃപോത്തമ. കേട്ടാലും നൃപോത്തമ, മാധവ പ്രിയഭക്ത ശ്രേഷ്ഠനാം നാരദനും കൃഷ്ണനെ കാൺമാനായി ദ്വാരക തന്നിൽ ചെന്ന നേരത്തു മുകുന്ദനും നിര്യാണ കാലഭാവാരംഭമായതുമൂലം മാധവ മന്ദിരത്തിൽ ചെല്ലാതെ മുനീന്ദ്രനും സാദരം കൃഷ്ണചിത്തമൊക്കവേ അറിഞ്ഞിട്ടു. ദേവർഷിപ്രവരനാം നാരദനതു നേരമാവിർമോദേന വസുദേവ മന്ദിരത്തിങ്കൽ ആഗതനായി മുനി തന്നെ കണ്ടതു നേരം വേഗേന വസുദേവരെഴുന്നേറ്റുടൻ ഭക്ത്യാ പാദ്യാർഘ്യാസനാദികൾ കൊണ്ടു പൂജിച്ചിട്ടഭിവാദ്യവും ചെയ്തു മുനി തന്നോടു പറഞ്ഞിതു. നിന്തിരുവടി ഇവിടേക്കു വന്നതു മൂലമന്തസ്താപങ്ങൾ തീർന്നു ശുദ്ധമായി മമകുലം എന്നല്ല ഭവാനുടെ സഞ്ചാരം നിമിത്തമായി മന്നിടത്തിങ്കൽ സുഖം വരുന്നു ശരീരിണാം. ഉത്തമാധമന്മാരായിരിക്കും പുത്രന്മാർക്കു സത്തമനാകും പിതാവെന്നതുപോലെ തന്നെ ഉത്തമന്മാർക്കു ദേവചരിതം സുഖമായും ഉത്തമേതരന്മാർക്കു ദുഃഖദമായും വരും. കർമ്മികളായുള്ളവർക്കങ്ങനെ മോക്ഷം വരും. മംഗലപദേ പറഞ്ഞിടുക വഴി പോലെ. ഇത്തരം വസുദേവൻ തന്നുടെ വാക്കു കേട്ടു ചിത്തകൗതുകത്തോടു നാരദനരുൾ ചെയ്തു. കേട്ടുകൊള്ളുക മുന്നം ധാതാവിൻ പുത്രനായി വാട്ടമെന്നേ ഭജിച്ചിടിനാൻ സ്വയംഭുവൻ. തൽസുതൻ പ്രിയവ്രതൻ, തൽസുതൻ അഗ്നീന്ദ്രനും, തൽസുതൻ നാഭി പിന്നെ ഋഷഭനവൻ പുത്രൻ. തൽസുതന്മാരായി 100 പുത്രന്മാരുണ്ടായി വന്നു വത്സന്മാരതിൽ മുമ്പനായതു ഭരതൻ പോൽ. വരികെ പ്രസിദ്ധന്മാർ നവയോഗികളല്ലോ എന്നതിൽ മുന്നേവനായുള്ളവൻ കവിയല്ലോ. പിന്നേവൻ ഹരിതാനും അന്തരീക്ഷനും, പിന്നെ പ്രബുദ്ധൻ വിപ്പലായനാവിർഹോത്രൻ, പിന്നെ സുബുദ്ധി ദ്രുമിളനും ചമസൻ കരഭാജൻ. ഭഗവദ്രൂപമായിട്ടിരിക്കുന്നൊരു വിശ്വം സദസദാത്മകമായതെന്നതുമറിഞ്ഞുള്ളിൽ. എത്രയും തേജോമയന്മാരവർ ലോകങ്ങളിൽ ഉത്തമ ഗുണവാന്മാരും നിച്ചു നടക്കുമ്പോൾ മൈഥിലനായ നിമിതൃപനങ്ങൊരു യാഗം ചെയ്തിടും നേരം നവയോഗികൾ ചെന്നു തത്ര. ആത്മാനുരൂപന്മാരാം യോഗികൾ തമ്മെ കണ്ടു സ്വാത്മനാ നിജ പുരോഹിതനും കൂടി പൂജിച്ചാത്മാനന്ദത്തോടെ ചോദിച്ചിതു വിദേഹനും. ആത്മജ്ഞാനികളായ യോഗികൾ തമ്മോടായി അങ്ങനെയുള്ള നിമിസംവാദം കൊണ്ടു ഞാനും ഇന്നിഹ ഭവാനോടിങ്ങെപ്പേരുമറിയിക്കാം. മന്നവൻ നിമി നവയോഗികളോടു ചൊന്നാൻ, മന്നിടത്തിങ്കലീശന്മാരായ നിങ്ങളെല്ലാം വിഷ്ണുഭക്തന്മാരായി വിഷ്ണു സമന്മയലോകെ വിഷ്ണുബോധേന ലോകം പാവനമാക്കിയിടുവാൻ സഞ്ചരിക്കുന്ന നിങ്ങൾ ദേഹത്തെ കാൺമാനേറ്റം ചഞ്ചല ഹൃദയന്മാരാകിയ മനുഷ്യർക്കു ദുർലഭം. കണ്ടെത്തിയാൽ ദുരിതമെല്ലാം നീങ്ങി കില്ലില്ല സംസാരത്തിൻ ഭ്രമവും തീരും നൂനം. സത്സംഗം തന്നെ സർവദോഷശാന്തിയെ ചെയ്യും. സസുഖം ഭാഗവത ധർമ്മത്തെ എനിക്കിപ്പോൾ ഒക്കവേ നിങ്ങൾ ഉപദേശിച്ചു തന്നിടണം. ഭക്തവത്സലന്മാരാം നിങ്ങൾക്കു നമസ്കാരം. ഏവം നിർവ്യാജ ഭക്തിയോടപേക്ഷിച്ചു നിമി സേവിച്ച നേരം അവരുപദേശിച്ച വഴി കേട്ടാലുമെന്നു വസുദേവനോടതു നേരം. ശ്രേഷ്ഠനാം മഹാമുനി നാരദനരുൾ ചെയ്തു. നവയോഗികൾ മുമ്പൻ കവിതാൻ നിമിയോടും ഈവണ്ണം ഭാഗവത ധർമ്മത്തെ അറിയിച്ചാൻ. അസത്തായിരിക്കുന്ന പ്രപഞ്ചം സത്യമെന്നു മുഴുത്തു തോന്നും ബുദ്ധി നിവൃത്തി വരുവാനായി അച്യുതപാദാംബുജോപാസന വഴി പോലെ നിശ്ചല ബുദ്ധ്യാ മുമ്പിൽ ചെയ്യേണം നൃപോത്തമ.
അവിദ്വാൻമാരായുള്ളോരജ്ഞാനി ജനങ്ങൾക്കങ്ങ വിദ്യാനാശം വന്നിട്ടാത്മാനമറിവാനായി ഭാഗവതാഢ്യമിതം ഭഗവാൻ അരുൾ ചെയ്തു. ഭോഗികളായ കർമ്മമാർഗികൾ മുക്തരാവാൻ എങ്ങനെയെന്നാൽ മനോവാക്കുകായങ്ങൾ കൊണ്ടു മങ്ങിഹ ചെയ്യും കർമ്മമൊക്കെയും നാരായണൻ തൽപദേ സമർപ്പിച്ചു കൊള്ളേണം. ദ്വൈതഭ്രമം എപ്പേരും പോവാനപ്പോൾ ഭയകമ്പാതി തീരും. കർമ്മങ്ങളീശ്വരങ്കൽ നിന്നു വേർവിട്ടു തോന്നും നിർമ്മലനായോരീശ്വൻ തന്നുടമായാവശാൽ അജ്ഞാനി ജനങ്ങൾക്കു തോന്നുന്ന ഭേദബുദ്ധി സുജ്ഞാനസ്വരൂപനാമീശങ്കലില്ല നൂനം. ആചാര്യമറിയായിക കൊണ്ടീശ ചൈതന്യമാം ശാശ്വതം തെളിഞ്ഞു ശോഭിക്കായിക കൊണ്ടു തന്നെ ഈശനും പ്രപഞ്ചവും രണ്ടായി തോന്നുന്നതും വാസനാസങ്കൽപ്പാദി വികൽഭഭ്രമമെല്ലാം സ്വപ്നതുല്യമെന്നുള്ളിലറിഞ്ഞു വിദ്വാനായി വിഘ്നമാം ദ്വൈതഭ്രമമൊക്കെയും മിഥ്യയെന്നും ദേഹവും ഇന്ദ്രിയാദി സംഘവും പഞ്ചഭൂതം ഐഹിക സുഖം ചരാചരങ്ങളെല്ലാം ഒന്നായി ഈശ്വരമയമെന്നങ്ങറിഞ്ഞു സദാനന്ദ നിശ്ചല ഭക്തിയ മതോന്മത്തോന്മത്തന്മാരെന്ന പോലെ നിത്യവും ഈശ്വരങ്കൽ സർവവും സമർപ്പിച്ചു ചിത്തവും ഉറപ്പിച്ചു വസിച്ചിടുന്നതല്ലോ ഉത്തമ ഭാഗവത ധർമ്മമെന്നറിക നീ. ഇത്തരം കവി നിമിയോടുപദേശിച്ചപ്പോൾ ഉത്തമൻ നിമിതൃപൻ പിന്നെയും ചോദ്യം ചെയ്താൻ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന.